വിമാനം അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ അന്വേഷിക്കുന്ന ഒന്നാണ് ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് എന്നാണ് പേരെങ്കിലും കടും ഓറഞ്ച് നിറമാണ് ഇതിന്. എഞ്ചിന്റെ ചെറിയ അനക്കം മുതൽ പൈലറ്റുമാരുടെ സംഭാഷണം വരെ രേഖപ്പെടുത്തും. വിമാനം തകരുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിലുണ്ടാകും. വിമാനത്തിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഓറഞ്ച് നിറമുള്ള ബ്ലാക്ക് ബോക്സ്. വിമാനമോ ഹെലികോപ്റ്ററോ അപകടത്തിൽപ്പെടുമ്പോൾ അന്വേഷണത്തിൽ നിർണായകമാകുന്നത് ഈ ബ്ലാക്ക് ബോക്സ് ആകും. ടൈറ്റാനിയം നിർമ്മിതമായതിനാൽ എത്ര വലിയ അപകടത്തെയും അതിജീവിക്കാൻ ഇതിന് സാധിക്കും. വിമാനം വെള്ളത്തിനടിയിൽ പതിച്ചാൽ 30 ദിവസം വരെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കും. അവസാന സംഭാഷണം വരെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. വിമാനത്തിന്റെ ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ബ്ലാക്ക് ബോക്സിലാണ്. കോക്പിറ്റ് സംഭാഷണങ്ങളും വിമാനത്തിന്റെ പ്രവർത്തനങ്ങളും ബ്ലാക്ക് ബോക്സിൽ കൃത്യതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. 4.5 കിലോഗ്രാമാണ് ബ്ലാക്ക് ബോക്സിന്റെ ഭാരം. സാധാരണഗതിയിൽ ഒരു വിമാനത്തിൽ 2 ബ്ലാക്ക് ബോക്സുകളാണുള്ളത്. വിമാനത്തിന്റെ വേഗത, ഉയരം, കാര്യക്ഷമത തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറുമാണവ. പൈലറ്റുമാരുടെ സംസാരം, എഞ്ചിന്റെ ശബ്ദം തുടങ്ങി ഓരോ ചെറിയ ശബ്ദം വരെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ രേഖപ്പെടുത്തും. ശബ്ദങ്ങളെ പിടിച്ചെടുക്കുന്നതിനുള്ള ചേസ്, അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ, ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച ക്രാഷ് സർവൈവൽ മെമ്മറി യൂണിറ്റ് എന്നിങ്ങനെ 4 ഭാഗങ്ങളാണ് ഓരോ ബ്ലാക്ക് ബോക്സിനുമുള്ളത്. നാണയത്തേക്കാൾ വലിപ്പം കുറഞ്ഞ റെക്കോർഡിംഗ് ചിപ്പുകളാണ് മെമ്മറി യൂണിറ്റിന് ഉള്ളിലുള്ളത്. ഗുരുത്വാകർഷണ ബലത്തിന്റെ 3400 മടങ്ങ് ബലത്തെ ചെറുക്കാൻ ഈ മെമ്മറി യൂണിറ്റിന് സാധിക്കും. 25 മണിക്കൂർ ഫ്ലൈറ്റ് ഡേറ്റയും 2 മണിക്കൂറുള്ള വോയിസ് റെക്കോർഡിംഗും ഇവ സൂക്ഷിക്കും. ഇക്കാരണത്താലാണ് വിമാനാപകടമുണ്ടായാൽ ബ്ലാക്ക് ബോക്സ് അന്വേഷിക്കുന്നത്. എല്ലാ വാണിജ്യ വിമാനങ്ങളിലും DGCA ബ്ലാക്ക് ബോക്സ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.